തന്ത്രി ഒരു കുറ്റം ചെയ്തതായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നില്ല. കാരണം ശബരിമല ദേവസ്വം ബോർഡിനാണ് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു ചുമതല എന്ന് പറയുന്നത്. അതിനകത്ത് മറ്റാരെയും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അന്യായ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ അവിടെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ വരെ അടിച്ചു മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മുരാരി ബാബു, പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വാസു, അതോടൊപ്പം തന്നെ പത്മകുമാർ, ഇവരുടെ ആരുടെയും മൊഴിയിൽ ഈ തന്ത്രി കുടുംബത്തിലുള്ള ആരെയും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൂടാണ്ട് UDF സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. എന്നിട്ട് ഈ ലഭിച്ചിരിക്കുന്ന പണം കൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നാട്ടിൽ കോടീശ്വരം കളിച്ച് നടന്നിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വട്ടിപ്പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മണർ ആ ഒരു പൂജാകർമ്മങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവാതെ വന്ന സാഹചര്യത്തിലാണ് ആന്ധ്രയിൽ നിന്നും ഈ താഴ്വൻ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഈ കണ്ഠരര്, രാജീവര്, മോഹനര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇരു കണ്ഠര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ആ നിഗൂഢതകൾ പുറത്തു വരേണ്ടത്. നമസ്കാരം. ശബരിമലയിൽ കൂടുതൽ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തന്ത്രി എങ്ങനെ അറസ്റ്റിലാവാൻ വല്ല ചാൻസ് ഉണ്ടോ? ആരാണ് തന്ത്രി എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിൽ നിന്നും തിരുവിതാംകൂർ രാജവംശം ശബരിമലയിൽ കൊണ്ടുപോയി കുടിയിരുത്തിയെന്ന് തന്നെ നമുക്ക് ആ പദമണി ഉപയോഗിക്കാം. അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി വാഴിച്ച അവരുടെ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി, ചില അവകാശങ്ങളൊക്കെ നൽകി അവിടെ പാർപ്പിച്ച ആളുകളാണ് ഈ താഴമൻ കുടുംബം അല്ലെങ്കിൽ തന്ത്രി കുടുംബം എന്ന് പറയുന്നത്. എന്തിനാണ് തിരുവിതാംകൂർ രാജവംശം ആന്ധ്രയിൽ നിന്നും ഇവരെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിലുള്ള ബ്രാഹ്മണർ അവർ ഈ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ബ്രാഹ്മണരായിരുന്നല്ലോ. അപ്പോൾ ഈ ബ്രാഹ്മണരെ സംബന്ധിച്ചിട്ട്, കേരളത്തിലുള്ള ബ്രാഹ്മണരെ സംബന്ധിച്ചിട്ട് അന്ന് ശബരിമല, അതായത് കാനന പൂജയാണ് ചെയ്യേണ്ടത്. കാനനം എന്ന് പറഞ്ഞാൽ വനം. ഈ വനത്തിനകത്ത് കൂടെ ഉള്ള എത്രത്തോളം ദുരിതപൂർണമായ യാത്ര കഴിഞ്ഞിട്ട് വേണം ശബരിമല അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുടെ അടുത്ത് എത്താൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദുർഘടം പിടിച്ച യാത്രയാണത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാനൊന്നും ഈ അന്നത്തെ ബ്രാഹ്മണ സമൂഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രാഹ്മണർ ആ ഒരു പൂജാകർമ്മങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവാതെ വന്ന സാഹചര്യത്തിലാണ് ആന്ധ്രയിൽ നിന്നും ഈ താഴ്വൻ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഈ കണ്ഠരര്, രാജീവര്, മോഹനര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇരു കണ്ഠര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചു, രാജഭരണം മാറി, അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാവുന്നു, അതിൻ്റെ മേലെ ഹൈക്കോടതിയുടെ നിയന്ത്രണം വരുന്നു, ഒരുപാട് സൗകര്യങ്ങൾ ശബരിമലയിൽ റെഡിയാവുന്നു. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള പല ബ്രാഹ്മണന്മാരും പൂജാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് രംഗത്തോട് വന്നതോടുകൂടി പൂജാവിധിക്ക് മാത്രമായിട്ട് ഈ തന്ത്രി കുടുംബത്തെ മാറ്റി. പൂജാവിധികൾ നിർദ്ദേശിക്കുന്ന ഒരു ജോലിയാണ് ഈ തന്ത്രി കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഒരു മേൽനോട്ടമുണ്ട്. പക്ഷേ ആ മേൽനോട്ടത്തിന് ഒരുപാട് പരിമിതികളുമുണ്ട്. കാരണം ശബരിമല ദേവസ്വം ബോർഡിനാണ് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു ചുമതല എന്ന് പറയുന്നത്. അതിനകത്ത് മറ്റാരെയും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കുറേ ദിവസമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യമാണ്. ഈ തന്ത്രിക്കെതിരെ ആരുടെയും മൊഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മുരാരി ബാബു, പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വാസു, അതോടൊപ്പം തന്നെ പത്മകുമാർ, ഇവരുടെ ആരുടെയും മൊഴിയിൽ ഈ തന്ത്രി കുടുംബത്തിലുള്ള ആരെയും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പോലീസിന് തന്ത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ തന്ത്രിക്കും ഏതാണ്ടൊക്കെ മനസ്സറിവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ തന്ത്രി ഒരു കുറ്റം ചെയ്തതായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇനി SIT കണ്ടെത്തേണ്ടതാണ്. തന്ത്രി ശരിക്കും ഇന്നസെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ തന്ത്രിയെ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വെറുതെ വിവാദങ്ങളിൽ പെടുത്തേണ്ട കാര്യവുമില്ല. ഏതൊക്കെയാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഒരു അന്യായ കൊള്ളയാണ്. അന്യായ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ അവിടെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ വരെ അടിച്ചു മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. പഞ്ചലോഹ വിഗ്രഹങ്ങൾക്കൊക്കെ മോഹവിലയാണ്, കോടികളുടെ വില വരും. ഈ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന പോലെയുള്ള 500 കോടിയൊന്നും അല്ല, ഒരു 5000 കോടിക്ക് മുകളിലെങ്കിലും ഒക്കെ വാല്യുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ആണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് ഒന്നിൽ കൂടുതലാണ്. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. ശബരിമലയിൽ എത്ര പഞ്ചലോഹ വിഗ്രഹങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ശബരിമല ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ആർക്കായിരിക്കും അറിയാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ശബരിമലയിലുള്ള
പൂജാ വസ്തുക്കൾ പൂജയായിട്ട് അവിടെ നിവേദിക്കുന്ന എത്രത്തോളം രത്നങ്ങൾ, വൈരങ്ങൾ, സ്വർണം, പണം, ഇതിൻ്റെയൊക്കെ ഒരു നിശ്ചിതമായ കണക്കെടുപ്പ് നേരത്തെ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജയകുമാർ സാർ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചെങ്കിലുമൊക്കെ ഒരു അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതല്ല എങ്കിൽ മറ്റേ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറയുന്നൊരു രീതിയിലാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടന്നിരുന്നത് എന്ന് വേണം നമ്മൾ അർത്ഥമാക്കാനായിട്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, കാരണം എത്ര വലിയൊരു കൊള്ളയാണ് നടന്നിട്ടുള്ളത്. കാരണം സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോവുക, ആ സ്വർണ്ണപ്പാളി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ, ഒരു കൺസൾട്ടൻറ്റ്, അതായത് ഒരു മീഡിയേറ്ററുടെ രീതിയിൽ വരിക. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരിക്കുന്ന എന്തെല്ലാം പോക്കൃത്തരങ്ങളാണെന്നറിയോ ശബരിമല ചെയ്തിരിക്കുന്നത്. കാരണം പൂജയ്ക്ക് വേണ്ടിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുക, അത് രണ്ടിരട്ടി പണം മേടിക്കുക, സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ആളെ കണ്ടെത്തുക, അതിനുശേഷം അവരുടെ ഒരു കാര്യത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പല ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റുക, അതിനുശേഷം ഒരാളുടെ മാത്രം പണം ഇവിടെ നൽകുക. അങ്ങനെയുള്ള വളരെ വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. എന്നിട്ട് ഈ ലഭിച്ചിരിക്കുന്ന പണം കൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നാട്ടിൽ കോടീശ്വരം കളിച്ച് നടന്നിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വട്ടിപ്പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ വട്ടിപ്പലിശയുടെയൊക്കെ ലാഭം വെച്ചുകൊണ്ടാണ് ഇയാൾ മറ്റേ സോണിയാഗാന്ധിയുടെ അടുത്തും പ്രമുഖരായിട്ടുള്ള പല ആളുകളുടെ അടുത്തേക്കൊക്കെ പോയത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഉള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഒരു പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഇതേപോലെ നാട്ടിലത്തെ ഒരു തട്ടിപ്പുകാരൻ, ആ തട്ടിപ്പുകാരനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കും എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതല്ല എങ്കിൽ ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ പെട്ടെന്ന് പണക്കാരനായിട്ട് മാറുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊക്കെ ഗൗരവകരമായിട്ട് ആളുകൾ അന്വേഷിക്കേണ്ടതല്ലേ. കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിക്കേണ്ടതല്ലേ. അതുകൂടാണ്ട് UDF സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ നല്ല അടുത്ത ബന്ധങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മനഃപൂർവ്വം തന്നെയാണ് ഈ തന്ത്രിയുടെ പേര് ഒരു തരത്തിലും ഒരിടത്തും പറയാതിരിക്കുന്നത്. കാരണം ഈ തന്ത്രിയാണല്ലോ പൂജാവിധികളും അല്ലെങ്കിൽ ശബരിമലയിൽ എന്തൊക്കെ ചെയ്യണം, പാളികൾ പൊളിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് ചെമ്പ് മാറ്റി അവിടെ സ്വർണം പൂശണോ എന്നൊക്കെയുള്ളതൊക്കെ ഈ വിധിപ്രകാരമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിധി പ്രഖ്യാപിക്കുന്ന ആരാണ്? ഈ തന്ത്രിയാണ്. ഈ തന്ത്രി അറിയാതെ ഇപ്പോൾ അവിടെ ഒരു പൂജ നടത്തണമെന്നുണ്ടെങ്കിൽ ആ പൂജ വിധി എഴുതി കൊടുക്കേണ്ടത് തന്ത്രിയാണ്. ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്ത്രി അറിഞ്ഞേ നടക്കൂ. തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇനി ഒരു മൊഴിക്ക് വേണ്ടിയിട്ടായിരിക്കാം SIT വെയിറ്റ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ തന്ത്രിയിലേക്ക് ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഒരു എവിഡൻസ് വേണമല്ലോ. ഒരു എവിഡൻസും ഇല്ലാതെ ഒരാളെ പെട്ടെന്ന് ഒരു സംശയത്തിൻ്റെ നിഴലിലൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വലിയ വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകും. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജാതി, മതം, വർഗീയത എന്നൊക്കെ പറയുന്ന ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ 2026 ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നു. അപ്പം വിവാദപരമായ ഒരു അറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ SITക്ക് കിട്ടാതെ SIT ഒരു കാരണവശാലും അറസ്റ്റിലേക്ക് പോകില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിനെ കബളിപ്പിച്ചതായിക്കൂടെ? അതായത് ഇവര് തമ്മിൽ നല്ല സൗഹൃദമുണ്ട്, ആ സൗഹൃദം വെച്ചിട്ട് പോറ്റി പറയുന്നതല്ല ഇയാള് തന്ത്രി വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കും. അങ്ങനെയല്ലോ കാരണം വിധി, അതായത് പൂജാ വിധികൾ അല്ലെങ്കിൽ അവിടുത്തെ ദേവപ്രശ്നം ഒക്കെ വെച്ച് നോക്കുന്നത് തന്ത്രിയല്ലേ. തന്ത്രിയാണല്ലോ ഇതെല്ലാം നോക്കുന്നത്. അപ്പം തന്ത്രി പറയാതെ ഒരു കാരണവശാലും അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അഴിക്കാൻ വേണ്ടി പറയത്തില്ലല്ലോ. അതിൻ്റെ കളർ ഭംഗി, അതുകൊണ്ട് അതിൻ്റെ കളർ മാറ്റിയിടിക്കണം. അവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിളക്കെടുത്ത് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ തന്ത്രി നോക്കി കുറിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ശബരിമലയുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തന്ത്രിനകത്ത് കുറ്റക്കാരനാണ് എന്നത് നമ്മൾ പറയുന്നില്ല. പക്ഷേ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ആ നിഗൂഢതകൾ പുറത്തു വരേണ്ടതുണ്ട്. അത് പക്ഷേ ഒരു എവിഡൻസിന് വേണ്ടിയിട്ടായിരിക്കും SIT വെയിറ്റ് ചെയ്യുന്നത്. കാരണം ദേവപ്രശ്നം വെച്ച് നോക്കുക എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഈ ദേവപ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് തന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ തന്ത്രി ഈ ദേവസ്വം ബോർഡിനെ അറിയിക്കുക, പ്രശ്നത്തിൽ തെളിയുന്നത്. അപ്പോൾ ആ ദേവസ്വം ബോർഡിനെ അറിയിക്കുന്ന സമയത്ത് തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്, അപ്പോൾ അദ്ദേഹവുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ പത്മകുമാർ അല്ലെങ്കിൽ വാസു ഇവരൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അവരുടെ മൊഴി എന്താണെന്നുള്ളത് കോടതി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ പരിശോധിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു തന്ത്രി നിരപരാധിയാണെങ്കിൽ തന്ത്രിക്ക് പ്രശ്നങ്ങൾ വരത്തില്ല. മറിച്ച് തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തന്ത്രിയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാലൊന്നും തന്ത്രിയെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.